ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് മത്തി വറ്റിച്ചതാണ്. മത്തി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാനൊരു വേറെ വിധത്തിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്, വേഗം ഉണ്ടാക്കി കഴിയും. എപ്പോഴെങ്കിലും നമുക്ക് മത്തി അതായത് ചാള കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ മെയിനായിട്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ കുനുകുനാന്നരിഞ്ഞ കുറച്ച് ഉള്ളി, തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ചെറിയ കഷ്ണം പുളി, ഇത്രയും പീസാണ് വേണ്ടത്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ കറിവേപ്പിലയും അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ഉപ്പ് വേണം കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ഈ ഒരു തവ ടൈപ്പ് നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത്. കാരണം കുറച്ച് ഗ്രേവി പോലെയാണ് നമുക്ക് കിട്ടുക. തവ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചാച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അരക്കഷ്ണാണ് ഉള്ളി, കുഞ്ഞി ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും പിന്നെ അരക്കഷ്ണം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് എടുക്കണം. അധികം നേരം ഒന്നും വാറ്റണമെന്നില്ല. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നേരത്തെ ഞാൻ മീൻ പൊരിച്ചത് ആദ്യം മസാലകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് വേറൊരു മസാലയായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുതിർത്ത് വെച്ച പുളിയാണ്, അത് ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണുള്ളത്, അല്ലെങ്കിൽ ആ മസാല എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പം പുളി നന്നായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്, മിക്സാക്കി എടുക്കുക എന്ന് പറയില്ലേ, അതന്നെ. ഇപ്പം ഇത് ഒരു ഗ്രേവി പോലെയല്ല ഉള്ളത്. സാധാരണ മീൻകറി ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട്, പക്ഷേ മീൻകറിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. കുറച്ച് 1 ടീസ്പൂണ് ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മത്തി, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുറച്ച് മത്തിയേ ഉള്ളൂ. ഈ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഞാൻ അയില വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം വൈറലായിട്ടുള്ള ഒരു അയില പൊരിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടേനും. അതും സൂപ്പറായിരുന്നു കേട്ടോ. അതൊരു നല്ലൊരു മുള്ളെല്ലാം എടുത്ത് മാറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് വേറൊരു തരത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ചിലർ പറയുന്നേക്കാം കരിഞ്ഞു പോകുന്നുണ്ട്, അതിൻ്റെ മസാല കരിഞ്ഞെല്ലാം പോകുന്നുണ്ട്. തീ കുറച്ചിട്ട് മൂടി വെച്ചാൽ മതി, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, കാരണം വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും വെള്ളം പോലെ ഉണ്ട്. പിന്നെ മത്തീൻ്റെ നെയ്യും കൂടി ഇതിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതുകൊണ്ട് കരിഞ്ഞൊന്നും പോവാണ്ട് വറ്റിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ വേവിച്ചെടുക്കുക എന്ന് പറയുന്നില്ല, ആ ഒരു ടൈപ്പിലാണ് നമുക്ക് കിട്ടുക. ലാസ്റ്റ് സൂപ്പറായിരിക്കും അതിൻ്റെ മസാലയെല്ലാം കൂട്ടാനെന്ന് വെച്ചാൽ കഴിക്കാൻ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൂടി തുറന്ന് നോക്കും. പക്ഷേ ലാസ്റ്റ് ഒരു ഡ്രൈ പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാം, കാരണം മത്തിയെല്ലാം വേഗം വെന്ത് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അയക്കൂറ, പിന്നെ അയക്കൂറെല്ലാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മീനിൻ്റെ വില കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല എന്നാലും. ഇപ്പം മുഷ്രിഫ് നെസ്റ്റോയിൽ അയക്കൂറക്ക് 16 ദിറംസേ ഉള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്, കാരണം അങ്ങനെയെല്ലാം ഓഫർ എപ്പോഴെങ്കിലല്ലേ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കറിവേപ്പില ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതാ വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇനി കുറച്ചും കൂടിയും ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതുപോലെയല്ല ഉണ്ടാവുക, കാരണം നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അത് എന്തും കറിയാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു ടൈറ്റ് ആയിട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് തന്നെ. അങ്ങനെ നമ്മൾ അയില വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എൻ്റെ കരിഞ്ഞൊന്നും പോയിട്ടില്ല, സൂപ്പറായിട്ടുണ്ട്. ഞാൻ സ്വതവേ നല്ല കരിച്ചിട്ടാണ് മത്തി പൊരിക്കൽ, കാരണം മുള്ളെല്ലാം തിന്ന നേരത്തിൽ മക്കൾസിന് വേഗം കഴിക്കാൻ പറ്റും. ഇത് ചെറിയ കുഞ്ഞു മത്തി ആയതുകൊണ്ട് വേർതിരിച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഇഷ്ടപ്പെടും. 2 തരത്തിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഷോർട്സ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, നിങ്ങളൊന്ന് നോക്കി നോക്ക്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എപ്പോഴും ഉള്ള പോലെ ആദ്യം തന്നെ അമനാണ് ചോറ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ അയില മുളകിട്ട കറിയും പരിപ്പിൻ്റെ കറിയും പിന്നെ മുളക് പൊടിച്ചതും അച്ചാറും ഉണ്ട്, പിന്നെ പപ്പടവും ഉണ്ട്. ഈ ഉച്ചയൂണ് റെസിപ്പീസും പറഞ്ഞിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാതരം ഐറ്റംസും ഉണ്ട് കണ്ണൂർ സ്റ്റൈൽ. പിന്നെ കറി റെസിപ്പീസ്
എന്ന് പറഞ്ഞിട്ട് വേറെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ മീൻ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കറി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ നോക്കിയാൽ മതി. ഞാൻ വേറെ വേറെ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നാടൻ ഫുഡ് അതുപോലെ തന്നെ കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പീസും പറഞ്ഞിട്ട്. കാരണം ആൾക്കാർക്ക് പ്രത്യേകിച്ചിട്ട് അത് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.